ഇന്റർവ്യൂസിലൊക്കെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം രാജുവേട്ടന്റെ കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമ മല്ലികാമ്മേനെ എത്രത്തോളം സന്തോഷിപ്പിക്കും? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യത ഈ പടം. അല്ല, അമ്മയ്ക്ക് നല്ല ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. നാളെ റിലീസായിട്ട് അങ്ങനല്ലല്ലോ നിങ്ങൾ പറഞ്ഞ അങ്ങനല്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ് സിനിമ. നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ്. ഈ ഡോപ്പമിൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പി ആയി അല്ലേ. അപ്പൊ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ബിക്കോസ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ഫിലിം മെയ്ഡ് യു ഫീൽ. അപ്പൊ അത് അമ്മയ്ക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണെന്നാണ് എനിക്ക് ശുഭപ്രതീക്ഷ. അമ്മയ്ക്ക് പ്രത്യേകിച്ചും, കാരണം ഈ പറഞ്ഞ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അമൃത ആന്റണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അമ്മ 16-ാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ അമ്മയോട് ചോദിക്കാം. അങ്ങനെ ഞാനങ്ങനെ പാട്ടൊക്കെ പറയാം. അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും സീരിയസ് ആയിട്ടിരിക്കുന്ന ഉറക്കം കിട്ടിയില്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ തുടങ്ങിയിട്ടൊക്കെ ഒന്ന് ഭയങ്കര കോമഡിയാണ്. ഇല്ല, അങ്ങനെയില്ല. അമിതകാരം തരല്ലേ. കഴിഞ്ഞ ദിവസം ഒരു ഏതൊരു സിനിമയുടെ ഷൂട്ടിന്റെ പ്രാവമൂട് ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു. അപ്പൊ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാ ഷൂട്ടിങ്. അപ്പൊ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന്? ഞാൻ പറഞ്ഞു പ്രാവമൂട് ഷാപ്പ്. അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂ പഠിച്ചോണ്ടാണ്. അപ്പൊ പടം ഇന്റർവ്യൂ അമിത പ്രതീക്ഷയായി തുടങ്ങി. അതൊക്കെ ഒരു ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജുവേട്ടന്റെ കൂടെ കുറെ സ്ലോ മോഷൻ സീൻസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം രാജുവേട്ടനിൽ നിന്ന് ഒരു നടി എന്ന നിലയിൽ രാജുവേട്ടനിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റും? പ്രത്യേകിച്ചും പഠിച്ചിട്ടൊന്നുമില്ല. അതിനൊന്നുമില്ല. അങ്ങനെ പഠിക്കാന്നുള്ളതല്ല, നമ്മള് ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. നമ്മുടെ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷനാണ്. അപ്പം അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പഠിക്കാനുള്ളൊരു സ്പേസ് ഒന്നും ഇപ്പോഴായിട്ട് തന്നിട്ടില്ല. ഒരുപാട് സീനുകളും ഡയലോഗുകളൊക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കേണ്ടതുകൊണ്ട് മറ്റേത് എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരാളുടെ പഠിക്കാന്ന് പറയുന്നത് അഭിനയിക്കുന്ന സമയത്ത് എന്നുള്ളതല്ലേ. ഗ്രാജുവലി ഇപ്പൊ എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ. ബേസിക്കലി ഒരുമിച്ച് അഭിനയിക്കാൻ നേരത്ത് ഒരുപാട് നേരം കൂടെ കിട്ടില്ല. ബേസിക്കലി അപ്പൊ ഒരു കഥ പറയാനൊക്കെ ട്രൈ ചെയ്തു. അല്ലെങ്കിൽ മാനറിസം, പൃഥ്വിരാജിന്റെ മാനറിസങ്ങളൊക്കെ പഠിച്ചു. പക്ഷെ എനിക്കങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. എനിക്ക് ആദ്യം എനിക്ക് നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പൊ അല്ലേ. ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും പോലെയൊക്കെ തന്നെയാണ്. ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമയ്ക്ക് മുമ്പ് ഒറ്റ പ്രാവശ്യം ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടുള്ളൂ. അത് വിമാനം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാൻ അതുവഴി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പൊ അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോ ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജുവേട്ടനാണ് എന്റെ മുമ്പിൽ. അപ്പൊ എനിക്ക് കുറച്ച് പേടിയുണ്ട്. മുകളിൽ റെയിലിങ്ങനെ നമ്മളിങ്ങനെ
നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് ആണല്ലോ, അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയല്ല. അപ്പൊ ആദ്യം അങ്ങനെയായിരുന്നു. പിന്നെ 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 നമ്മളെ ഒരേ വൈബാന്ന് മനസ്സിലായി. പിന്നെ ഭയങ്കര ഓടിയായിരുന്നു, തമാശയൊക്കെ പറയും. അങ്ങനെ ടിപ്സ് ഒക്കെ ചോദിച്ചു. ടിപ്സ് അല്ല ഞാൻ ഇങ്ങനെ ചോദിക്കും. അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് രാവിലെയും കൂടെ ചോദിച്ചത്. ടിപ്പ് ചോദിക്കില്ല അതന്നെ ഫുൾ ടൈം ടിപ്സ്. അപ്പൊ അല്ല എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഇതൊരു സിനിമ മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ, ഫുൾ ടൈം സിനിമ. ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഒരു വിഷൻ, ഒരു മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒരു ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇതിനൊക്കെ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിറേഷൻസ് ഉള്ള ഒരാൾ. ഇതൊക്കെ എനിക്കും ഭയങ്കര, ഞാനും അങ്ങനെ കുറച്ച് അംബിഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്കും ഈ പറയുന്ന ഭയങ്കര റിലേറ്റബിൾ ആണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാ ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാ കൊണ്ടുപോകുന്നത്, കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്യും. പിന്നെ അവിടെ എങ്ങനെയാ, അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാ, ഇവിടെ എങ്ങനെയാ, ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാ, ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ പഴയ കഥകൾ, ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ. ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു, ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു, പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ ചെയ്യുന്നു, ഹിന്ദിയിൽ ചെയ്യുന്നു, അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു. അപ്പൊ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ, കഥകളൊക്കെ ചോദിക്കാനുണ്ടാവും. ഇതൊക്കെ എങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ടിപ്സ് ചോദിക്കാറുണ്ട്. എനിക്കറിയാം ബേസിൽ ഒരുപാട് വർക്ക് ചെയ്ത് ഇങ്ങനെ ടയർഡൊക്കെ ആയിരിക്കില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ നേരത്ത് വിനീത് ശ്രീനിവാസ് ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, എടാ നീ ഓക്കെ അല്ലേ എന്നങ്ങനെ ചോദിക്കുമെന്ന് പറയാറുണ്ട്. അതൊക്കെ നമ്മുടെ വൃത്തിക്ക് പറ്റിയ സംഗതിയാണ്. ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞത്? അതായത് വിനീതന് ഈ പറയുന്ന പോലെ ഞാൻ കുറച്ച് എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഭ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു വിനീതൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം, അത് നീ ഓക്കെ ആണോ, എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക. അപ്പൊ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് അങ്ങനെയൊക്കെ ആൾക്കാർ അത് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് വിനീതന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അപ്പൊ അതിന് വിനീതേട്ടൻ സംസാരിച്ചു, എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു, അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെയാണ് എനിക്കും അറിയുന്നത്, എങ്ങനെയാണ് അങ്ങനെ ആകുന്നത്. നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യണേ, 3 മണിക്ക് ഇവിടെ ഷോ ഉണ്ട്. One last question. ഹാൻഡിൽ ചെയ്യാനും അവരെ കെയർ ചെയ്യാനും അവർക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിക്കാനൊക്കെ ആയിട്ട് ഈ ഫോണിന്റെ സൈഡിൽ നിന്ന് പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ സൈഡിൽ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു, ഒരു ജൂനിയേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാൻ. അതൊരു വലിയ ഭയങ്കര ഒരു പ്ലാനാണ് തോന്നുന്നത്. അതൊരു സിസ്റ്റമാറ്റിക് ചെയ്യുന്നതിന്റെ ഒരു എവിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് എല്ലാ സിനിമയിലും ഇത്രയും ക്രൗഡ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അടുത്ത സിനിമകളിലും എല്ലാവർക്കും അപ്ലൈ ആവുന്ന ഒരു പരിപാടിയായിട്ട് മാറും. അതൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് ഭയങ്കര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം ആ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കുറച്ച് ഈസിയാണ്. അവർ വരുന്നത് തന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടാണ് വരുന്ന ആൾക്കാർ നമ്മുടെ ടീമിന്റെ. അപ്പൊ അതിന്റെ ഒരു ഗുണം ഉണ്ടായിരിക്കും. അപ്പം ഈ പറഞ്ഞ ക്രൗഡും അതിനകത്ത് സഹകരിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. വൈ ആക്ഷൻ ഡയറക്ടർ ഫെലിക്സ്, ഞാൻ നമ്മളൊരു സാധനം പറയുമ്പോൾ നമ്മൾ ഒരു ആക്ഷൻ ഡയറക്ടർ നോർമലുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ അതിന്റെ റിസൾട്ട് കാണും. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് ആക്ഷൻ എനിക്കത് കൊറിയോഗ്രാഫി ചെയ്ത് ഒരു ഡാൻസ് കൊറിയോഗ്രാഫി പോലെ നമ്മൾ ഷോർട്ട് പ്ലാൻ ചെയ്യുന്നവരെ എനിക്ക് അതിന്റെ ഫൈറ്റ് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതെനിക്ക് കൊറിയോഗ്രാഫി ചെയ്ത് കാണണം. അപ്പൊ അതിന് എനിക്ക് കാണിച്ചു അവരെന്നെ ഫൈറ്റ് ചെയ്ത് കാണിച്ചു, ഇതാണ് നടക്കാൻ പോകുന്ന ഫൈറ്റ്. അപ്പൊ അതിലെനിക്ക് ചേഞ്ചസ് വരുത്താം, എനിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഡിസ്കഷനിൽ പുറത്താണ് വീണ്ടും ഷൂട്ട് ചെയ്യും. ആ സാർ ഷൂട്ട് ചെയ്ത് ഞങ്ങളെ കാണിച്ച് ഇതിന്റെ ആംഗിൾസ് കട്ട്സ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് എല്ലാം ലോക്ക് ചെയ്ത് പ്രിവ്യൂ നമ്മൾ കണ്ടു. എന്നിട്ടാണ് നമ്മൾ അതിന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം എടുക്കാൻ പറ്റും. അപ്പം അതിന് എനിക്ക് ഭയങ്കര ഗുണം ചെയ്ത് രാജുവിന്റെ ഇഞ്ചുറി ഉണ്ട്. അപ്പം ആ ഇഞ്ചുറി ടൈമിലും പുള്ളി അധികം ബുദ്ധിമുട്ടിക്കാതെ ആവശ്യമുള്ള ഷോട്ട് മാത്രം മാർക്ക് ചെയ്ത് സ്ട്രെസ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പം ജയിലാണെങ്കിലും സെയിം കണ്ടീഷൻസ് ബേസിലും ദർശനം ഫൈറ്റ് ചെയ്ത് പോകണ്ടായിരുന്നു.
അപ്പം ഫെലിക്സ് വരുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും കൂടുതലായിട്ട് തോന്നിയത്. നമ്മളിവിടെ പുള്ളി ഉണ്ട് ഫുൾ ടൈം ഒന്ന്, രണ്ട് പുള്ളി സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്ത് എനിക്കത് ഒരു ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ നോർമൽ ആക്ഷൻ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് തിരക്കുണ്ടാവും, അവർ വരുന്ന ആ സമയത്ത് ഷൂട്ടിങ്ങിന് പോകുന്നത് മാത്രമേ ഉണ്ടാവും. ഇത് പുള്ളിക്ക് ടോട്ടാലിറ്റി കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും, ക്യാരക്ടേഴ്സ് എന്താണ് പെരുമാറുന്നത്, അവരുടെ സ്വഭാവം എന്താണെന്ന് വരെ പുള്ളിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഫെലിക്സോട് എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. How do you communicate with him? ആ പുള്ളിക്ക് പറഞ്ഞത് മനസ്സിലാവും, എനിക്കും പുള്ളി പറഞ്ഞത് മനസ്സിലാവും. ഇംഗ്ലീഷില്, മലയാളത്തില്, ജാപ്പനീസില്? അല്ല, പുള്ളി ജർമ്മൻ ഭാഷയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. എനിക്കും ഞാൻ ശ്രമിക്കും സംസാരിക്കാനൊക്കെ. പക്ഷെ എന്നാലും ട്രാൻസ്ലേറ്ററായിട്ട് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ മലയാള സിനിമകളിലെ ആക്ഷൻ ഫൈറ്റ് എങ്ങനെയാണ്, ഇപ്പം ഈ മറ്റേ നമ്മൾ പിടിവലി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റേ കോമഡി ആയിട്ടുള്ള, അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള പഴയ സിനിമയുടെ റെഫറൻസ് കാണിച്ചോളും പുള്ളി. പുള്ളി അതിൽ കുറച്ചു നേരം പണി എടുക്കുന്നുണ്ട് പുള്ളി. അപ്പം സിനിമ എന്ന് പറയുന്നത് ഭാഷ ഒരു വിഷയമല്ലെന്ന് നമുക്കറിയാലോ, വിഷ്വലാണല്ലോ. അപ്പൊ അത് വിഷ്വലും സൗണ്ടിലും നമ്മളിത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഇനിയിപ്പം എത്ര ഭാഷ അറിയപ്പെട്ടൊരാളെ നമുക്ക് എവിടെയും കൊണ്ടുപോയി പിച്ച് ചെയ്യാൻ പറ്റും. അത് ഫെലിക്സ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിയുടെ ക്യാരക്ടർ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഇപ്പം ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അത് ഇപ്പം നമുക്കറിയാം, പൃഥ്വിയുടെ ഇപ്പം മുമ്പുള്ള ക്യാരക്ടേഴ്സിന്റെ അത് കോമഡി പ്രസന്റ് ചെയ്യുന്നതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണോ പിടിച്ചിരിക്കുന്നത്? അല്ല, അതിനെ വ്യത്യസ്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ല. ഈ സിനിമ കുറച്ച് ആളുകൾക്ക് റിലേറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇത് ശരിക്കും നമ്മൾ ഈ താരങ്ങളെ നമ്മൾ താരങ്ങളായിട്ട് കാണുന്ന ഒരു സിനിമയിലായിരിക്കും. പൃഥ്വിരാജാണെങ്കിലും ബീച്ചിലാണെങ്കിലും നിഖിലാണെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അത്രയും ഭയങ്കര ക്യാരക്ടർ പിടിക്കാനുള്ള സിനിമയല്ല, അവർക്ക് കല്യാണം കൂടാൻ പോകുന്ന ഒരു സിനിമയാണ്. അപ്പം ആ ഒരു വൈബ് പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്യാരക്ടർ ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല. എന്നാലും ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നാണ്. അപ്പം എന്നാലും സിനിമയുടെ ആ പിന്നീടുള്ള പോക്ക് ഗുണകരമാവുള്ളൂ. നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പടം പിടിച്ചാൽ അവസാനത്തുമ്പോൾ നമ്മൾ ലോജിക്ക് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പലയിടത്തും. ആ കയ്യിൽ പോകുമ്പോൾ ഇതുവരെ കണ്ട സിനിമയിലോ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് സിനിമയിലെ ക്യാരക്ടേഴ്സിനാണെങ്കിലും സിനിമയിലുണ്ടാകുന്ന സീനുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് സിനിമയുടെ അവസാനം എത്തുമ്പോൾ ഈ പറഞ്ഞ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനാണ്. അപ്പോൾ ലോജിക്കൽ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. ആ ലോജിക്ക് മാറ്റി വെച്ചിട്ട് സിനിമ കാണേണ്ടി വരും. ഇപ്പൊ നമ്മൾ പണ്ട് പറഞ്ഞില്ലേ സീരിയൽ മ്യൂസിക് കാണുന്ന പോലെ ഞാൻ ആ സിനിമ വെച്ച് കമ്പയർ ചെയ്തല്ല, ലോജിക്ക് കുറച്ച് മാറ്റി വെച്ച് കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പം ആ ലോജിക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെല്ലാം ഞാൻ കുറച്ച് റിയൽ ലൈഫിൽ നിന്ന് കുറച്ച് അപ്പ് ചെയ്ത് സിനിമ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ആ ക്യാരക്ടേഴ്സും അതിനനുസരിച്ച് കുറച്ച് ഓവർ ഓഫ് ചെയ്യേണ്ടി വരും. അതിപ്പം നമ്മൾ രാജു മാത്രമേ ചിലപ്പോൾ ട്രെയിലർ അങ്ങനെ കണ്ടത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതുപോലെ ചെയ്യുന്ന ഇച്ചിരി ഇച്ചിരി കാരിക്കേച്ചർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. പുതിയൊരു വൃത്തിയെ കാണാമെന്ന് പറഞ്ഞല്ലോ, എത്തരത്തിലാണ് അങ്ങനെ ഒരു തോന്നല്? ഇത് തന്നെയല്ലേ എന്റെ അടുത്ത് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു പ്രത്യേക കാണുന്നത്. അന്ന് ആരുമ്പോ കാലിൽ ഇഞ്ചിന് ഉണ്ടായിട്ടുണ്ട്. അല്ല, നമ്മള് ആടുജീവിതത്തിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടാണ്. അത് നമ്മൾ എന്തെങ്കിലും ഒരു സിനിമ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള എന്നാൽ കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ആദ്യം അങ്ങനത്തെ സ്റ്റോറിൽ രാജു ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ബാക്കി കാസ്റ്റ് ബേസിലോട്ടുള്ള കോമഡി സീക്വൻസസ്, നിഖിലായിട്ടുള്ള സീക്വൻസസ്, നമ്മുടെ അശ്വിൻ സിഞ്ചു ആൾക്കാര്, പിന്നെ സീനിയേഴ്സ് ഒക്കെ, പിന്നെ പല ടൈപ്പ് ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട്. ആർട്ടിസ്റ്റേഴ്സ് ഇവരുടെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ നല്ല റിസൾട്ട്. പ്രത്യേകിച്ച് എനിക്ക് ജോമോനും രാജുവായിട്ടുള്ള സീന് നമ്മൾ എഴുതുമ്പം ആ സീനൊക്കെ ഉണ്ടെന്ന് അറിയില്ല. അത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ മാറ്റുന്നത്, എന്നിട്ട് ലാസ്റ്റ് വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ ആളുകൾ പെർഫോം ചെയ്യുന്നറിയില്ല, രാജു ആണെങ്കിലും ജോമോനാണെങ്കിലും. പക്ഷെ അത് പെർഫോം ചെയ്തപ്പോൾ വേറൊരു സാധനമാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്ത സാധനങ്ങളാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് രാജു, എൻ്റെ ഒരു പേഴ്സണൽ തിങ്കിങ് ആണ്, രാജു ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ട് സിനിമ ചെയ്യുന്ന, ഡയറക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷെ അവിടെ വന്നപ്പം അതെന്തായാലും തോന്നി. അപ്പം അതൊരു പുതിയ കാര്യമായിരിക്കുമല്ലോ. അപ്പൊ ആ സ്പോട്ടിൽ പുള്ളിക്ക് തോന്നി ഇൻഡ്യൂഷൻ വെച്ചിട്ട് പുള്ളി അഭിനയിച്ചിരിക്കണം. അപ്പൊ അതൊരു പുതിയ സാധനമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണെന്ന് അറിയില്ല, അത് രാജു പറയേണ്ടി വരും. ഈ രണ്ട് ഡയറക്ടേഴ്സിനാണല്ലോ, അത് രണ്ട് ഡയറക്ടേഴ്സും ചുമ്മാ ഉള്ള ഒരു ഡയറക്ടർ അല്ല, മലയാളത്തിൽ തന്നെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത രണ്ട് ഡയറക്ടേഴ്സ്. അപ്പം അവരെ വെച്ച് ചെയ്യാൻ നേരത്തുള്ള ഇൻപുട്ട് എങ്ങനെയായിരുന്നു? അത് സീൻ അവർ തീരെ ഇൻപുട്ട് എനിക്ക് തരാറില്ല. അവരെനിക്ക് എൻ്റെ അടുത്ത് വന്ന് ഇടപെടാറില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ വിചാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രാജു വന്നിട്ട് ആ ഷോട്ട് അങ്ങനെ ഇത് വൈകേണ്ടതൊക്കെ പറയുന്ന ഒരാളായിരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ രാജു മോണിറ്റർ ഫ്രണ്ടിൽ പോയി വന്നിരിക്കുന്നില്ല, ആ സ്പോട്ട് കാണുന്നില്ല.
പിന്നെ ഞാൻ എനിക്ക് മനപ്പുറം മാറി തോന്നി ഞാൻ ഇൻവൈറ്റ് ചെയ്യും ഇവിടെ വന്നിരിക്കാം അല്ലെങ്കിൽ സ്പോട്ട് കാണണം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഗ്രാജുവലാണ് ഞങ്ങളോട് സിങ്ക് ആവുന്നത്. അതായത് എനിക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടാവും. ബേസിൽ എനിക്ക് പണ്ടേ അറിയാം. ബേസിൽ എന്തും മോത്തോളം പറയും, പുള്ളിയെ കൊള്ളാന്ന് തന്നെ പറയും, കൊള്ളാമേ കൊള്ളാമെന്ന് പറയും. ഇല്ലെങ്കിൽ അവനെ കളിയാക്കും, അവൻ എന്നെ കളിയാക്കും ചിരിച്ചിട്ട് പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ രാജുവിന്റെ കാര്യത്തിൽ ഈ അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ പോകെ മനസ്സിലായി നമ്മൾ ഏതാണ്ട് ഒരേ സ്വഭാവം ആൾക്കാരാണ് ഇരിക്കുന്നത് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. അവര് നമ്മളെ വർക്കിൽ ഇടപെടുകയോ പിന്നെ ഡയറക്ടേഴ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. ഡയറക്ടർക്കും ആക്ടർ ആകുമ്പോൾ അവർക്കറിയാം അവരോട് വർക്ക് കയറി ഇടപെടാൻ പാടില്ല. അവരൊരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് ചെറിയൊരു മാറ്റങ്ങളൊന്നും വരുത്താൻ ശ്രമിക്കില്ല എന്നത് എനിക്കറിയാം. അത് അവരും അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലും ഡയറക്ടേഴ്സ് ഒരിക്കലും വേറെ ഡയറക്ടർ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അത് രണ്ടുപേരും ആ ഒരു അകലം നമ്മളിൽ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു വർക്കായെങ്കിൽ പറയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും. അതുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു ജോലിക്ക് ഒരു ഇടപെടുന്ന സ്ഥിതി എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സ് ആയിട്ട് മാറി. അത് അവര് ഡയറക്ടേഴ്സ് ആയതുകൊണ്ടാണ് അവര് അതങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് മാറി നിൽക്കുക അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രീഡം തരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല.